സ്വർണ്ണവിലയിൽ അത്ഭുത മുന്നേറ്റം. പവന് ഇന്ന് ഒറ്റ ദിവസം 8,640 രൂപ കൂടി 1,30,000 കടന്നു. ഗ്രാമിന് 1000 രൂപയിലധികം കൂടിയത് ചരിത്രത്തിലാദ്യം. ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. സർക്കാർ ജീവനക്കാർക്കും പ്രതീക്ഷ, കാർഷിക മേഖലയ്ക്കും തലോടൽ. നോർമൽ കേരളമെന്ന് ധനമന്ത്രി. തെരഞ്ഞെടുപ്പിന് മുൻപ് ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയെന്ന് വി.ഡി. സതീശൻ. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ന്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ബജറ്റിൽ RRTS അതിവേഗ പാതയ്ക്ക് പണം അനുവദിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കും. നഗര മെട്രോകളെ പാതയുമായി ബന്ധിപ്പിക്കുമെന്നും ധനമന്ത്രി. MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപനം. കട്ടപ്പന തേനി പുതിയ തുരങ്ക പാതയ്ക്കും നിർദ്ദേശം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാൻ കമ്മീഷൻ. റിപ്പോർട്ട് 3 മാസത്തിനകം. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ധനമന്ത്രി. ഏപ്രിൽ മുതൽ അഷ്വേഡ് പെൻഷൻ. സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദതലത്തിലേക്കും. ഒടുവിൽ ആശമാരോട് സർക്കാരിന്റെ കാരുണ്യം. പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ്. അംഗൻവാടി വർക്കർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും കൂട്ടി. പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരകന്മാരുടെയും സ്കൂൾ പാചക തൊഴിലാളികളുടെയും വേതനം കൂട്ടി. കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ. കേര പദ്ധതിക്ക് 100 കോടി രൂപയും നെല്ല് സംയോജന സംഭരണം പദ്ധതിക്ക് 150 കോടി രൂപയും. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318 കോടി. നാളികേര വികസനത്തിന് 73 കോടിയും നീക്കിവെച്ചു. സമഗ്ര പച്ചക്കറി വികസനം 70.45 കോടിയും വകയിരുത്തി. മെഡിസെപ്പ് 2.0 പ്രഖ്യാപിച്ച ധനമന്ത്രി. കൂടുതൽ ആശുപത്രികളും പാക്കേജുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും മെഡിസെപ്പ് മാതൃകയിൽ പദ്ധതി. ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾക്കും ഡെലിവറി ജീവനക്കാർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ്. 2 മുതൽ 12ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ജാമ്യം. S. ശ്രീകുമാറിന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി 50 ദിവസമാകുന്നതിന് മുൻപ്. കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ്. ദ്വാരപാലക ശില്പക്കേസിൽ അജിത് പവാറിന് വിട നൽകി ജന്മനാട്. പവാറിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തി പതിനായിരങ്ങൾ. അപകടത്തിന്റെ ദുരൂഹത നീക്കാൻ DGCA അന്വേഷണം തുടരുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മറ്റന്നാൾ കാര്യവട്ടത്ത്. ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്തെത്തും. സഞ്ജു സാംസണ് ഹോം മാച്ച്. ടിക്കറ്റുകൾ വിറ്റുതീർന്നത് ചൂടപ്പം പോലെ.